നമസ്കാരം. 1 ഗ്രാം സ്വർണം വാങ്ങാൻ പാവങ്ങൾ ജ്വല്ലറിയിലേക്ക് പോയിട്ട് എത്ര കാലമായിട്ടുണ്ടാകും? പവന് 66,880 പിന്നിട്ടു. ഗ്രാമിന് 8,360. ഈ വില എത്തി നിൽക്കുന്ന മാർച്ച് 29-ന് വിൽക്കാൻ എത്ര പേർ പോയിട്ടുണ്ടാകും? ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചടി തീരുവ അഥവാ റെസിപ്രോക്കൽ ടാക്സ് മാത്രമല്ല സ്വർണത്തെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ലോകം അതിസങ്കീർണമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴുന്നു എന്നതിന്റെ സൂചനയാണ് സ്വർണത്തിന്റെ ഈ അസാധാരണ കയറ്റം. മറ്റൊരു നിക്ഷേപവും സുരക്ഷിതമല്ലെന്ന ഭീതിയിൽ നിക്ഷേപകർ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. വിൽക്കാൻ 1 ഗ്രാം പോലും ഇല്ലാത്ത, വാങ്ങാൻ 1000 രൂപ തികച്ചില്ലാത്ത ബഹുഭൂരിപക്ഷവും ഇക്കാലത്ത് എന്തു ചെയ്യണം? സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. പൊന്നു വേണ്ടെന്ന് പറയുമോ കേരളത്തിന്റെ ചെറുപ്പക്കാർ? പാവപ്പെട്ടവന്റെ കയ്യിലുള്ള 4 ഗ്രാം സ്വർണം കൊണ്ട് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്ത കാലമാണിത്. 4 ഗ്രാം സ്വർണം വിറ്റാൽ 33,000 രൂപ കിട്ടും. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസത്തെ കുടുംബ ചെലവ് പോലും കഴിഞ്ഞു പോകില്ല. ഇതിന്റെ ദൂഷ്യം അനുഭവിക്കുന്നത് നിർഭാഗ്യവശാൽ വിവാഹങ്ങളിലാണ്. ഇന്നും സ്വർണം അണിയിക്കാതെ വിവാഹം നടത്താൻ കഴിയില്ല എന്ന ധാരണ പകുതി ജനതയിലെങ്കിലും രൂഢമൂലമാണ്. ശരീരത്തിൽ അണിഞ്ഞില്ലെങ്കിലും പെട്ടിയിൽ സ്വർണം കൊടുത്തുവിടണം എന്ന് ശഠിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവില്ല. ആ മനോഭാവം മാറുന്നില്ല എന്ന സത്യം പ്രതിസന്ധിയിലാക്കുന്നത് പെൺകുട്ടികളെയും ദരിദ്രരായ രക്ഷിതാക്കളെയുമാണ്. 10 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും പണിക്കുറവും ചേർത്ത് 8 ലക്ഷം രൂപ കണ്ടെത്തണം. 3 സെന്റിൽ ലൈഫ് മിഷനിലെ വീട് വെച്ച് താമസിക്കുന്ന കുടുംബങ്ങൾക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. സ്വർണം വേണ്ടെന്ന് പ്രഖ്യാപിക്കുന്നവരൊക്കെ കൂടുതലും സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യങ്ങളിൽ ഉള്ളവരാണ്. പലതരം ബാധ്യതകളും കഷ്ടപ്പാടുകളും കാരണം സ്വർണം വേണ്ടെന്ന് പറയാൻ ദരിദ്ര സാഹചര്യങ്ങളിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കഴിയാറില്ല. പല പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിൽ നിന്ന് ആജീവനാന്തം ലഭിക്കുന്ന വീതവും കല്യാണ സമയത്തെ സ്വർണമാകും. ഈ സാഹചര്യം മാറണമെങ്കിൽ സ്വത്ത് വീതം വയ്ക്കാൻ പുതിയ കുടുംബ സംവിധാനങ്ങൾ ഉണ്ടാകണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവകാശമുണ്ടാകുന്ന കാലത്ത് മാത്രമേ സ്വർണം കൊടുത്ത് ഇറക്കി വിടുന്നത് അവസാനിക്കുകയുള്ളൂ. 1 പവൻ സ്വർണത്തിന് 66,880 രൂപ വില വന്ന മാർച്ച് 29. അന്നത്തെ ദിവസം അത്രയും തുകയുമായി എറണാകുളം മാർക്കറ്റിൽ ചെന്നാൽ എന്തു കിട്ടും? ഏറ്റവും മുന്തിയ 1500 കിലോ മട്ട വടിയരി അളന്നു തൂക്കി വണ്ടിയിൽ കയറ്റി തരും. 75 കിലോയുടെ 20 ചാക്ക് വരും ആ അരി. അതുകൊണ്ട് 4 അംഗ കുടുംബത്തിന് മാസം 30 കിലോ വച്ചെടുത്താലും 4 വർഷം സുഭിക്ഷമായി കഴിയാം. അല്ലെങ്കിൽ 1.5 ടൺ ആട്ടയോ 2 ടൺ മൈദയോ വാങ്ങിച്ചാലും 4 വർഷം ജീവിക്കാം. എന്താണ് ഇതിന്റെ അർത്ഥം? സ്വന്തം കഴുത്തിലും കാതിലും കയ്യിലും അണിഞ്ഞു നടക്കുന്ന ഓരോ പവനും ഓരോ കുടുംബത്തിലുള്ള 4 വർഷത്തെ അരിക്കാശാണ്. പിടിച്ചുപറിക്കാരെയും കള്ളന്മാരെയും സൂക്ഷിക്കണം എന്ന് പറയാനല്ല ഈ കണക്ക് പറഞ്ഞത്. ചിലപ്പോൾ കയ്യിലുള്ള ഈ സ്വർണം മാത്രമേ വിലയുള്ളതായി ബാക്കിയുണ്ടാകൂ എന്ന് ഓർമ്മിപ്പിക്കാനാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ലോകത്തിൽ പണമുള്ളവരെല്ലാം മുള്ളിൽ നിൽക്കുന്ന സമയമാണിത്. ഒരു ബിസിനസ്സിൽ നിന്നും റിട്ടേൺ കിട്ടാത്ത കാലം. ഓഹരി വിപണിയിലെ ചെറിയ അനക്കങ്ങൾ പോലും ദിവസം തോറും ചൂതാട്ടം നടത്തുന്നവർ സൃഷ്ടിക്കുന്നതാണ്. ലോകത്തെ ബഹുഭൂരിപക്ഷം കമ്പനികളും ലാഭത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം നല്ല നിലയിൽ കൂടാതായിട്ട് വർഷം 3 കഴിഞ്ഞു. വിലപ്പെരുപ്പം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സാധാരണക്കാരൻ എന്തു ചെയ്യണം? ഏതാണ്ട് 20 വർഷം മുമ്പ് 2005 ഒക്ടോബർ 10-നാണ് സ്വർണത്തിന് ആദ്യമായി പവൻ വില 5000 കടക്കുന്നത്. അന്നത് മഹാത്ഭുതമായിരുന്നു. പിന്നീട് വന്ന 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം വേഗത്തിലാക്കി. 5000 രൂപയിലേക്ക് പവൻ എത്താൻ 50 വർഷമെടുത്തു. പിന്നെ 5000 കൂടി 10,000-ൽ എത്തിയത് 3 വർഷം കൊണ്ടാണ്. 2008 ഒക്ടോബർ 9-ന് 10,200 രൂപയായി. 2008-ലാണ് അമേരിക്കയിലെ വമ്പൻ ബാങ്ക് തകർച്ച. തുടർന്ന് നിരവധി വ്യവസായങ്ങൾ പൂട്ടിപ്പോയി. ഓഹരി വിപണികൾ നിലം തൊട്ടു. തൊഴിലില്ലാതെ ജനങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങി. അന്ന് ഇന്ത്യ പിടിച്ചു നിന്നു. ഇവിടെ പാവങ്ങളുടെ കയ്യിലേക്ക് തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികളിലൂടെ പണമെത്തി. ആ പണം വിപണിയിലെത്തി. ബാങ്കിംഗ് മേഖലയിൽ മേൽക്കൈ പൊതുമേഖലയ്ക്കുമായിരുന്നു. ഗ്രാമീണ മേഖലയും ബാങ്കിംഗ് മേഖലയും പിടിച്ചു നിന്നതിനാൽ
ഇന്ത്യ വലിയ വിഷമം അന്നറിഞ്ഞില്ല. ഇവിടെ സ്വർണത്തിന് പവന് 10,000 ആയത് മാത്രമായിരുന്നു തൊട്ടറിയാവുന്ന പ്രതിഫലനം. 2008 പവന് 10,000 ആയെങ്കിലും 25,000 ആകാൻ പിന്നെയും 11 വർഷമെടുത്തു. ലോകമെങ്ങും തിരിച്ചു വരുന്നതിന്റെ ലക്ഷണമായിരുന്നു അത്. 2019 ഫെബ്രുവരി 20-നാണ് കേരളത്തിൽ പവൻ വില 25,000 കടന്നത്. പിന്നെ കോവിഡ് മഹാമാരി. അക്കാലത്തെ സാമ്പത്തിക തകർച്ചയിൽ സ്വർണത്തിന്റെ കയറ്റത്തിന് വേഗം കൂടി. 5 വർഷം കൊണ്ട് ഇരട്ടിച്ചു. 2024 മാർച്ച് 7-ന് 1,00,000 പിന്നിട്ടു. പിന്നെ ഈ ജനുവരി 22-ന് 60,000. ശേഷം മാർച്ച് 18-ന് 66,000. മാർച്ച് 29-ന് 66,880. 1 ഗ്രാമിന് 8,360 എന്ന കൈപൊള്ളിക്കുന്ന വില. മാർച്ച് 29-ന് 1 ഔൺസ് സ്വർണത്തിന് $3,004 ആയിരുന്നു രാജ്യാന്തര വില. രൂപയിലാക്കിയാൽ 2.5 ലക്ഷം വരും. ഈ ജനുവരിക്ക് ശേഷം രാജ്യാന്തര വിലയിൽ ഉണ്ടായ വർധന 15%. സ്വർണത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ 3 മാസം കൊണ്ട് 15% വില കൂടിയിട്ടില്ല. 2008 സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് പോലും ക്രമേണയായിരുന്നു വർധന. അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം ഉൾപ്പെട്ട വ്യാപാര യുദ്ധമാണ് പെട്ടെന്നുള്ള കാരണം. ഈ വ്യാപാര യുദ്ധത്തിന് തന്നെ കാരണം ആഗോള സാമ്പത്തിക മാന്ദ്യവുമാണ്. ചൈന നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വാഹനങ്ങൾ അമേരിക്ക തടയാൻ കാരണം ആഭ്യന്തരമായി നിർമ്മിക്കുന്നവയ്ക്ക് കച്ചവടം ഇല്ലാത്തതാണ്. ചൈനയുടെ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രതിസന്ധി ചൈനയിലേക്കും എത്തി. ഓരോ ഉൽപ്പന്നത്തിലും സമാന ആഘാതം കാണാം. ഇനി എല്ലാ രാജ്യങ്ങളും പരസ്പരം വിപണി തുറക്കാൻ തീരുമാനിച്ചാൽ പോലും പ്രശ്നം പരിഹരിക്കപ്പെടില്ല. കാരണം വിപണിയിൽ ആകെയുള്ള പണം ഇപ്പോൾ സ്വർണത്തിൽ കാണുന്നത് മാത്രമാണ്. ക്യാഷ് ക്രഞ്ച് അഥവാ പണം എല്ലാവരിൽ നിന്നും ഒലിച്ചുപോയ അവസ്ഥയാണ്. കയ്യിൽ 85 രൂപയുണ്ടെങ്കിലേ $1 ആകൂ എന്ന സ്ഥിതി ഇന്ത്യക്കാരന്. മുമ്പ് $3 വാങ്ങിയിരുന്നത് കിട്ടാൻ $10 മുടക്കണം എന്ന സ്ഥിതി അമേരിക്കക്കാരന്. ഈ കാലത്തിന്റെ കഷ്ടപ്പാടാണ് സ്വർണ്ണ വിലയുടെ രൂപത്തിൽ വിഷം ചീറ്റി നിൽക്കുന്നത്. ഇവിടെ പൊന്നണിയാത്ത പെണ്ണിനെ മാത്രം മതി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആൺകുട്ടികൾക്കായി കാത്തിരിക്കുകയാണ് കേരളം. പൊന്നില്ലാത്ത പെണ്ണിനാണ് ഭംഗി എന്ന് പറയുന്ന പൊന്മാന്മാരാണ് കൂടുതൽ ഉണ്ടാകേണ്ടത്. അതിന് എത്ര പേർ തയ്യാറാകും? സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.